കേരളത്തിലെ ഫസ്റ്റ് ഐഫോൺ എന്ന് പറഞ്ഞൊരു 10-15 പേര് വീഡിയോ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ആർക്കാ കേരളത്തിൽ ആദ്യമായിട്ട് ഐഫോൺ കിട്ടിയത്? ഞാനാണ് സുഹൃത്തുക്കളെ. ഞാനാ ഇപ്പൊ വാങ്ങിക്കാൻ പോകുന്നു. അപ്പൊ എനിക്കും കിട്ടി കേരളത്തിലെ ഫസ്റ്റ് ഐഫോൺ അല്ലേ? നമുക്കും പറയാം അങ്ങനെ. ഒത്തിരി ആൾക്കാരുടെ ഫോട്ടോ കണ്ടു. ആദ്യം കിട്ടിയത് മമ്മൂട്ടിക്കാണ്, ആദ്യം കിട്ടിയത് മോഹൻലാലിനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും എല്ലാവരും കേരളത്തിലെ ഫസ്റ്റ് ഐഫോൺ എന്ന് പറഞ്ഞു ഫസ്റ്റ് വാങ്ങാൻ ഇടിയായിരുന്നു. ഈ ഫസ്റ്റ് വാങ്ങാൻ പോകുമ്പോഴത്തേക്കിന് നല്ല അറപ്പായിരിക്കും പ്രശ്നം. അപ്പൊ കേരളത്തിലെ സെക്കൻഡ് ഐഫോൺ അല്ല, കേരളത്തിലെ അവസാനമായിട്ട് ഐഫോൺ വാങ്ങാൻ പോകുന്ന യൂട്യൂബ് ബ്ലോഗർ ഞാനായിരിക്കും. കാരണം എല്ലാവരും ഐഫോൺ ഓൾറെഡി വാങ്ങിച്ചു കഴിഞ്ഞു. പ്രൗഡ് ഓഫ് യു ഗൈസ്. നമ്മൾ കഴിഞ്ഞ തവണ വാങ്ങിച്ച നമ്മുടെ ഐഫോൺ 14 Pro ഈ പെട്ടിക്കകത്തുണ്ട്. ഇത് കൊണ്ടുപോയി കൊടുക്കും. നമ്മുടെ പുതിയ 15 Pro തിരിച്ച് വാങ്ങിക്കും. ആസ് യൂഷ്വൽ 5ാം വർഷവും നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത് നമ്മുടെ നെക്സസ് കമ്മ്യൂണിക്കേഷൻസിൽ നിന്നാണ്. കഴിഞ്ഞ 5 കൊല്ലമായി ഞാൻ ഐഫോൺ വാങ്ങുന്ന കട. ലെറ്റ്സ് ഗോ. ഇവിടെ പെൻഡമിനകൾ എപ്പോൾ വന്നാലും പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടാണ്. ലാസ്റ്റ് അവിടെ മുമ്പിൽ അപ്പുറത്ത് എവിടെയെങ്കിലൊക്കെ വണ്ടി കൊണ്ട് പാർക്കിംഗ് ഇടേണ്ടി വരും. വേറെ പ്രശ്നമൊന്നുമില്ല, അതുപോലെ തിരക്കാണ് ഇവിടെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നു പെൻഡമിനകയിൽ. അപ്പോൾ കേരളത്തിലെ അവസാനമായിട്ട് ഐഫോൺ എടുക്കുന്ന വ്ളോഗർ, യൂട്യൂബ് ബ്ലോഗർ സുജിത് ഭക്തൻ. ബാക്കി എല്ലാവർക്കും ഫോൺ കിട്ടി. എനിക്ക് സമയമില്ലായിരുന്നു വരാനായിട്ട്. എനിക്ക് ഇന്നാണ് നമ്മൾ സമയം വന്നത്. താങ്ക് യു സോ മച്ച്, താങ്ക് യു വെരി മച്ച്. ഐഫോൺ 14 Pro അല്ല സോറി 15 Pro. അതാരാ അവിടെ 14 Pro എന്ന് പറഞ്ഞാൽ? ഐഫോൺ 15 Pro ബ്ലൂ കളറാണ്, 256 GB ഇതാണ് സാധനം. ഞാൻ പ്രോ മാക്സ് എടുക്കുന്ന പരിപാടി നിർത്തി. ഇപ്പോൾ ഇനി പ്രോ മാത്രമേ എടുക്കുന്നുള്ളൂ. അല്ല, അത് സൈസ് വലിപ്പം കാരണം ഞാൻ ഇതിനകത്താണല്ലോ വീഡിയോ എടുക്കുന്നത്. അപ്പം പ്രോ മാക്സ് ഭയങ്കര വലിപ്പമാണ്, ഭയങ്കര സൈസാണ്. ഒരു പ്രോ മാക്സ് ഞാൻ ഏതെങ്കിലും അതിൻ്റെ ഒരു പ്രോയും എടുത്തോ, ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ വെറുതെ റോ ഹാൻഡിൽ പിടിച്ചല്ലേ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഇതിങ്ങനെ പിടിച്ചിങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കിനും അതിൻ്റെ ആയിട്ടുള്ളൊരു പോരായ്മ, അത് പോരായ്മയല്ല, എനിക്ക് ഭയങ്കര ഹാൻഡി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇതാകുമ്പോഴത്തേക്കിനും നമുക്ക് ഈസിയാണ്, കയ്യിൽ ഒതുങ്ങി നിൽക്കും ചെറുത്. ഇതിൻ്റെയും ക്യാമറയും ബാക്കിയുള്ള സംഭവങ്ങളും പെർഫോമൻസും എല്ലാം സെയിം ആയിരുന്നു 14 വരെ. 15 വന്നപ്പോൾ അവർ ചെറിയ മാറ്റം വരുത്തി. 15 Proയിൽ ക്യാമറയിൽ ചെറിയ അപ്ഡേഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് നോക്കുമ്പോൾ അറിയാം എങ്ങനെയാണെന്നുള്ളത്. ശരിക്കും 15 Proയും 14 Proയും തമ്മിൽ ഒരു വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ആ ക്യാമറയൊക്കെ ബെറ്റർ ആണെന്നൊക്കെ അവർ പറയുന്നു. പിന്നെ കേബിള് മാറ്റി USB-C ആക്കി. ഭയങ്കര മാറ്റമല്ലേ? അതാണ് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ. അതെന്താ സംഭവം? ഇവര് തന്നെ പറയുന്നത് ഇപ്പൊ എടുക്കരുതെന്ന്. ചാടി കയറി ആരും ഇപ്പൊ ഐഫോൺ എടുക്കരുതെന്നാണ് ഈ കടക്കാർ തന്നെ പറയുന്നത്. കണ്ടോ, നല്ല കടക്കാർ. അതായത് ഇപ്പം സാധനം കിട്ടാൻ ഷോർട്ടാണ് അല്ലേ? അപ്പൊ സാധനം കിട്ടാൻ ഷോർട്ട് ആയതുകൊണ്ട് തന്നെ MRP പ്ലസ് ഒക്കെ ആ സാധനങ്ങൾ ആൾക്കാർ വിൽക്കുന്നതിന്, കച്ചവടം ചെയ്യുന്നതിന്. എന്നാലും ചെയ്യും, കാരണം അത്ര ഡിമാൻഡാണ്. അപ്പോ 1-2 ആഴ്ച വെയിറ്റ് ചെയ്താൽ മതി. അത് നാളെ വെയിറ്റ് ചെയ്യണ്ട. 1-2 ആഴ്ചയൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് MRPയിലും കുറഞ്ഞൊക്കെ സാധനം വില കിട്ടും അല്ലേ? സാധനം കിട്ടും. ഇത് മാറ്റ് ഫിനിഷ് ആണ് ഗൈസ്, മാറ്റ് ഫിനിഷ് ആണ്. പിന്നെ നമ്മുടെ USB-C. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് നമ്മൾ ആൻഡ്രോയിഡിന്റെ കേബിളോട് കൊടുത്തുമ്പോൾ പറയും ഇത് പറ്റിയല്ല, വേറെ കേബിൾ വേണമെന്ന് പറയും. പറയൂ? മിക്കവാറും പറയും. ആപ്പിളല്ലേ, അങ്ങനെ പലതും പറഞ്ഞെന്നൊക്കെ ഇരിക്കും. സാധനം കിട്ടി. ഇത് ഞാൻ സാധാരണ ഇതിന്റെ ഈ കളർ കാണുന്ന എപ്പോഴാണെന്നറിയോ? ഇത് എടുക്കുമ്പോഴും കൊടുക്കുമ്പോഴും. ബാക്കിയുള്ള ടൈം ഫുള്ള് കവർ ഇട്ടിട്ടില്ല നമ്മൾ ഉപയോഗിക്കുന്നത്, പൗച്ച് വീട്ടിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ കളർ ഇപ്പൊ കണ്ടു, കളർ ഇപ്പൊ കണ്ടു നീല. അപ്പൊ ഐശ്വര്യമായിട്ട് പൗച്ചും പിന്നെ മറ്റേ സ്ക്രീൻ കാർഡൊക്കെ ഒട്ടിച്ചേരൂ. എന്നിട്ട് നമുക്ക് ഇത് ഓണാക്കാം. പിന്നെ ഇവിടെ ഇങ്ങനെ കേർവ്ഡ് ഒരു കേർവ്ഡ് രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ സംഭവം കൊള്ളാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ഡേറ്റ ഒക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ട് വേണം പഴയ ഫോൺ കൊടുക്കാൻ. ഞാൻ മുമ്പേ കവർ മാത്രമേ കൊടുത്തുള്ളൂ, പറ്റിച്ചത്. ഫോണില്ല, ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഫോൺ. ഇത് നമസ്തേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓണായി വരുന്നുണ്ട്. നമ്മളിത് പിന്നെ മാറ്റണം. ഒരു കവറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു മാറ്റ് ഫിനിഷ് ആയി കംപ്ലീറ്റ്. അപ്പോൾ താങ്ക് യു ഗൈസ്, സീ യു ഗൈസ്. പോട്ടെ, ബൈ, എല്ലാവർക്കും ബൈ. പോവാം. അത് നിങ്ങൾ മാറുന്നില്ലേ ഫോണ്?
മാറുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫോണൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി. ഇവിടെ ഇതിന്റെ ബാക്ക് സൈഡിലാണ് നമ്മുടെ മറൈൻ ഡ്രൈവ് വരുന്നത്. ഈ മറൈൻ ഡ്രൈവ് ആണ് നമ്മുടെ എറണാകുളം കോർപ്പറേഷൻ രാത്രി അടയ്ക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കി ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിക്കറിയില്ല, നമ്മൾ എന്തായാലും രാത്രി ഇന്നിവിടെ വരും. നമുക്ക് നോക്കണമല്ലോ ഇവിടെ അനാശാസ്യം നടക്കുന്നുണ്ടോ എന്ന്. എന്തുമല്ല അനാശാസ്യം നടക്കുന്നു പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലം കോർപ്പറേഷൻ രാത്രി അങ്ങ് അടച്ചിടാൻ പോവാന്ന്. പിന്നെ എന്തോന്ന് നൈറ്റ് ലൈഫാണ് നമ്മൾ ഇവിടെ ഉള്ളത് അല്ലേ. അത് പറഞ്ഞു വന്നപ്പോഴാണ് നമ്മുടെ നാളെ, അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഇന്ന് 27-ാം തീയതി നമ്മുടെ വേൾഡ് ടൂറിസം ഡേ ആണ്. ഈ വേൾഡ് ടൂറിസം ഡേ എന്ന് പറയുന്നത് തന്നെ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ യുണൈറ്റഡ് നേഷൻസിൻ്റെ കീഴിലുള്ള ഒരു സംഘടന എല്ലാ വർഷവും ചെയ്യുന്ന പരിപാടിയാണ്. ഇത്തവണ ഈ ഒരു വേൾഡ് ടൂറിസം ഡേ ഹോസ്റ്റ് ചെയ്യുന്നത് സൗദിയാണ്. സൗദി നമുക്ക് എല്ലാവർക്കും അറിയാം, സൗദി ഭയങ്കരമായിട്ട് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം നിലവിൽ പ്രൊമോട്ട് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വേൾഡ് ടൂറിസം ഡേയുടെ എന്താ പറയുക റിലേറ്റഡ് ആയിട്ട് നമ്മളിപ്പോൾ അൽ അമീൻ കോളേജ് എന്ന് പറഞ്ഞ് ഇവിടെ ആലുവയിൽ ഒരു കോളേജുണ്ട്, ആലുവ അടുത്തൊരു കോളേജുണ്ട്. അവിടേക്ക് നമ്മൾ പോകുന്നു. അവിടെ ടൂറിസം പഠിക്കുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ചെറിയ പരിപാടിയുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ആ പരിപാടി ഒന്ന് പങ്കെടുത്ത് കുട്ടികളെയൊക്കെ ഒന്ന് കണ്ട് കുറച്ച് അവരോട് ഒന്ന് ഇന്ററാക്ട് ചെയ്തിട്ട് വരാം അല്ലേ. പൊളിറ്റിക്സ് ഈസ് സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ്. റാഗിംഗ് ഈസ് എ സീരിയൽ ഒഫൻസ്. സീരിയസ് ഒഫൻസ്, ക്രിമിനൽ ഒഫൻസ്. ആകെ പുറത്തുനിന്ന് ആൾക്കാർ അകത്തോട്ട് കയറാൻ പാടില്ല. ഇതൊക്കെ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ്. പ്രോസിക്യൂട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു ഇത് വെച്ചേക്കുന്നു സെന്റ് ആൽബർട്ട്സ് കോളേജിന്റെ മുമ്പിൽ. ഒറ്റ കാര്യം പറയാനുള്ളൂ, നമുക്ക് വേൾഡ് മുഴുവൻ മാറ്റാനോ അല്ലെങ്കിൽ കേരളം മുഴുവൻ മാറ്റാനൊന്നും പറ്റത്തില്ല. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും പ്രകൃതിയെ ഒരുപാട് ഉപദ്രവിക്കാതെ അതിനെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കോളേജിന്റെ ആഫ്റ്റർ കോവിഡ് അതിന്റെ ഒരു വരവിന്റെ ഒരു പെർസെന്റേജ് വളരെയധികം കുറഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് വലിയൊരു കാര്യമാണ്. ഒരു ബിസിനസ്സിന് എപ്പോഴും രണ്ട് നമ്പർ ഓഫ് സാധ്യതകളാണ്. എത്ര പൈസ വരെ ഉണ്ടാക്കാം, അതിന് ലിമിറ്റ് ഇല്ല. നല്ല കൺസെപ്റ്റ് ഉണ്ടാക്കുക, നന്നായിട്ട് ബിസിനസ് ചെയ്യാനായിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാക്കുക. ടൂറിസത്തിന് നല്ല സ്കോപ്പുള്ള രാജ്യമാണ് നമ്മളത്. മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക, ആ മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇന്ത്യൻ റെയിൽവേയില് നമുക്ക് ടൂറിസ്റ്റ് ട്രെയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള. ആദ്യമായിട്ടാണ് ഒരു കോളേജ് വന്ന് തിരിച്ചു പോകുമ്പോ സിപ്പപ്പ് കിട്ടുന്നത് ഇല്ലേ. എനിക്ക് പച്ചസിപ്പ് വേണം, ഞാൻ പച്ചസിപ്പിന്റെ ആളാണ്. സത്യം സ്കൂളിൽ പഠിക്കുമ്പോ അല്ലാണ്ട് പിന്നെ എന്തായാലും അതെ അതെ. അപ്പൊ ശരി, ബൈ ബൈ. ഋഷി കഴിക്കോ സിപ്പപ്പ്? എൻ്റെ ഭാര്യ ഇവിടെ വെസ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ട് ഡ്രസ്സ് എടുക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട്. നമ്മൾ സ്ഥിരം ഷോപ്പിംഗ് ആണല്ലോ, ഇവർക്ക് കാര്യമായിട്ട് ഷോപ്പിംഗ് ഇല്ലല്ലോ. അപ്പൊ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഷോപ്പിംഗ് വേണ്ടേ. ഹാപ്പി ആയോ? ഹാപ്പി ആയോ? ശ്വേത വെസ്റ്റ് സൈഡിൽ വന്ന് 2-3 ഡ്രസ്സൊക്കെ എടുത്ത് ഇനി എന്നാ വേണം. അപ്പോൾ നമ്മുടെ ഐഫോണിൻ്റെ ആകെയുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ഈ കാണുന്ന കേബിളാണ്. 2 വശവും USB-C ഉള്ള USB-C കേബിൾ. ഇത് മാത്രമേ ഉള്ളൂ മാറ്റം. നീ ഇപ്പോൾ പുതിയ ഐഫോണിലാണ് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. ഇത് വീഡിയോ എടുക്കുന്നത് പുതിയ ഐഫോണിലാണ്. നിനക്ക് എന്തെങ്കിലും മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ അഭി? ഒരു മാറ്റമില്ല, കണ്ടിട്ടൊരു മാറ്റമില്ല. വീഡിയോയില് കണ്ടിട്ടല്ല ഒരു മാറ്റമില്ല. ആകെ ഈ കേബിള് മാത്രമേ മാറ്റമുള്ളൂ. കേബിളും കിഴുത്തം മാത്രം മാറ്റും. ഇവിടെ ഓടുന്നുണ്ട് ഇവിടെ. കേബിളും കിഴുത്തം മാത്രമേ മാറ്റുള്ളൂ, വേറെ ഒന്നും മാറ്റമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഐഫോൺ ഇപ്പോൾ എടുക്കാൻ പോകുന്നവർക്ക് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം.
നിങ്ങൾ 14 Pro ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ ഒരിക്കലും 15 Proയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇറ്റ്സ് ഓൾമോസ്റ്റ് സെയിം. അതിൻ്റെ ചിപ്പ് മാത്രം മാറിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ഐ എം നോട്ട് എ ടെക്നിക്കൽ എക്സ്പെർട്ട്, ബട്ട് ദെൻ എന്നാലും പ്രാക്ടിക്കലി കാണുന്ന ചേഞ്ചസ് ഒന്നും നമുക്ക് വിസിബിൾ അല്ല. അങ്ങനെ പ്രത്യേകിച്ചും തോന്നുന്നില്ല. നേരെ മറിച്ച് 13 Pro ഉപയോഗിച്ചിരുന്ന ആൾക്കാർ 15 Proയിലേക്ക് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് ചോയ്സ്. നമ്മളെപ്പോഴും ഐഫോൺ എടുക്കുമ്പം ഒരു 2 കൊല്ലം കൂടുമ്പം അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഉടനെ ചാടി കയറി ഐഫോൺ എടുക്കണ്ട. ഇപ്പം എന്നെ പോലുള്ള ആൾക്കാർക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനും സിനിമാക്കാർക്കും പല ആൾക്കാർക്കും ഈ ഫോണൊക്കെ കിട്ടുന്നത് പലർക്കും ഫ്രീ ആയിട്ട് കിട്ടും, ചിലർക്ക് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടും, ചിലർക്ക് ഡിസ്കൗണ്ടഡ് റേറ്റിൽ കൊടുക്കും. പക്ഷേ നിങ്ങളിപ്പോൾ പോയി കഴിഞ്ഞാൽ അടുത്ത ഫോൺ ഇറങ്ങിയ സമയത്ത് പോയി കഴിഞ്ഞാൽ MRPയിൽ നിന്നും 10-15,000 രൂപ കൂടുതലായിരിക്കും പല കടക്കാർ ചോദിക്കുന്നത്. കാരണം ഇനീഷ്യലി ഡിമാൻഡിനുള്ള ഫോൺ ഡിമാൻഡാണ്. ആ ഒരു ഡിമാൻഡ് കാരണം എല്ലാവരും കൂട്ടി ചോദിക്കും. നിങ്ങൾ 1-2 ആഴ്ച വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേറ്റ് കുറച്ച് കിട്ടും. നിങ്ങൾക്ക് MRPയിലും റേറ്റ് കുറച്ച് ചില സമയത്ത് കിട്ടും. അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഡയറക്റ്റ് സൈറ്റ് ചെയ്ത് ഓർഡർ ചെയ്തെടുക്കേണ്ട ഒരു ഇതുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഉടനെ ചാടിക്കയറി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും ഉടനെ ചാടിക്കയറി എടുക്കാത്തത്. ഇവിടെ അപ്പോൾ നമ്മൾ ഇന്നലെ മറൈൻ ഡ്രൈവ് പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു രാത്രിയിൽ, പക്ഷെ പോകാൻ പറ്റിയില്ല. മറൈൻ ഡ്രൈവ് രാത്രി അടച്ചിടാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കര അട്ടർ നോൺസെൻസ് പരിപാടിയാണ്. അമ്മ അറിഞ്ഞായിരുന്നോ മറൈൻ ഡ്രൈവ് രാത്രി അടച്ചിടാൻ പോകുന്നത്? അത് ഇവിടുത്തെ സർക്കാർ, ഇവിടുത്തെ മറ്റേ കൊച്ചി കോർപ്പറേഷന് ബുദ്ധിമുട്ടാണെന്ന്. അതായത് മറൈൻ ഡ്രൈവിൽ രാത്രി അനാശാസ്യം നടക്കുന്നു, അവിടെ കഞ്ചാവ് വിൽപ്പന നടക്കുന്നു, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറൈൻ ഡ്രൈവ് രാത്രി അടച്ചിടാൻ പോവാന്ന്. അപ്പം ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചത് ആ മറൈൻ ഡ്രൈവിനടുത്ത് കുറേ ഫ്ലാറ്റുകളുണ്ടല്ലോ, ആ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആൾക്കാരുടെ പരാതി കാരണമാണ് അതായത് അവിടെ രാത്രി ആൾക്കാരുടെ ഡിസ്റ്റർബൻസ് കാരണം അവർക്ക് ബുദ്ധിമുട്ടാവുന്നു എന്ന് പറഞ്ഞുള്ള പരാതി കാരണമാണ് ശരിക്കും മറൈൻ ഡ്രൈവ് അടച്ചിടാൻ തീരുമാനം എടുത്തതെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഐ ഡോണ്ട് നോ, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദ ഫാക്ട്. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണത്താൽ മറൈൻ ഡ്രൈവ് അടച്ചിടാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ കൊച്ചിൻ കോർപ്പറേഷൻ ഇവിടുത്തെ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിട്ടുള്ളൊരു തീരുമാനമായിരിക്കും ഞാൻ പറയുന്നത്. കാരണം ഒരു നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് കൊച്ചിയിൽ എവിടെയാണ് ഉള്ളത്? നിങ്ങൾ പറ. രാത്രി 11 മണിക്ക് ലുലു അടച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് നൈറ്റ് ലൈഫാണ് നമുക്ക് ഇവിടെ ഉള്ളത്? രാത്രി തുറന്ന് പ്രവർത്തിക്കുന്ന കടകളിലൊക്കെ നിങ്ങൾ പോയി നോക്കണം, എന്ത് തിരക്കാണ്. ആളുകൾ ഈസ് വില്ലിങ് ടു ഗോ ഔട്ട് ഇൻ ദ നൈറ്റ്. ഈ പകൽ ഇറങ്ങുന്ന തിരക്കും ബഹളവും. രാത്രി സമാധാനത്തോടെ ആൾക്കാർക്കൊന്ന് ഇറങ്ങി നടക്കാൻ എന്താ ഈ നാട്ടിൽ പറ്റത്തില്ലേ? അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണ്ടേ? അങ്ങനെ നോർത്ത് ഈസ്റ്റിൽ മണിപ്പൂരിൽ വരെ ഉണ്ട് നൈറ്റ് ലൈഫ്. ഇവിടെ രാത്രി ഇറങ്ങിയാൽ പോലീസുകാർ പോലീസ് ജീപ്പും കൊണ്ട് വരും. അതുകൊണ്ട് രാത്രി എന്താ കറങ്ങി നടക്കുന്നതെന്ന് ചോദിക്കും. അതെന്താ, എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് നൈറ്റ് ലൈഫ് പറ്റുന്നില്ല? പറയൂ. അത് എൻ്റെ ഒരു ചോദ്യമാണ്, അറിയാത്തോണ്ട് ചോദിക്കുന്നതാണ്. അത് രാത്രി ഇറങ്ങുന്നവർ റെസ്പോൺസിബിളായിട്ട് ഇറങ്ങുക. ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ മറൈൻ ഡ്രൈവിൽ ഇപ്പം കള്ളും കഞ്ചാവും പ്രശ്നങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നു. അവിടെ 10 പേര് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ അവിടെ നടക്കത്തില്ല. നടക്കുമോ? പറ. ആൾക്കാർ വരാത്തോണ്ടല്ലേ അവിടെ പ്രശ്നം നടക്കുന്നത്. ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി അവിടെ പല കാര്യങ്ങളും ചെയ്യണം. രാത്രി കടകൾ ഓപ്പൺ ചെയ്യാൻ പെർമിഷൻ കൊടുക്കണം. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യണം. അങ്ങനെ 10 പേര് അവിടെ വന്നു കഴിയുമ്പോഴത്തേക്കിന് അവിടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും നടക്കുകയില്ല. നിങ്ങൾ 10 പോലീസുകാരെ കൂടുതൽ അവിടെ ഇട്ട്, ഇല്ല 10 CCTV ക്യാമറ കൂടുതലിട്ട്. ഇനി അഥവാ കള്ളും കഞ്ചാവും വിൽക്കുന്ന ആരെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾ എടുത്തിട്ട് പെരുമാറുക, അല്ലെ ആൾക്കാരെടുത്ത് പെരുമാറൂലേ? ഇല്ലേ? അതിനുള്ള കോമൺ സെൻസ് വേണ്ടേ? അപ്പോൾ എനിക്കിത്ര പറയാനുള്ളൂ. ഈ പറഞ്ഞ പോലെ നൈറ്റ് ലൈഫ് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. നൈറ്റ് ലൈഫ് പ്രൊമോട്ട് ചെയ്യാതിരുന്ന് അത് ബാൻ ചെയ്ത് അതെന്നൊക്കെ പറയുന്നത് ശരിക്കും ശുദ്ധ തെമ്മാടിത്തരം തന്നെയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ വാദോരാതെ പ്രസംഗിക്കും, നമുക്ക് ടൂറിസം വേണം, നമുക്ക് ടൂറിസം വളരണം, ഇഷ്ടംപോലെ ആൾക്കാർ വരണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ അതിനൊന്നും കൂട്ടി നിൽക്കാനും നമ്മൾ തയ്യാറല്ലെങ്കിൽ ഈ ടൂറിസം ഒന്നും ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഇന്ന് വേൾഡ് ടൂറിസം ഡേ ആണ്. ഈ വർഷം വേൾഡ് ടൂറിസം ഡേ ഹോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സൗദിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സൗദി നൈറ്റ് ലൈഫ് അടക്കം എല്ലാ സംഭവങ്ങളും പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു രാജ്യമാണ്. നൈറ്റ് ലൈഫ് ഇല്ലാതെ ആ രാജ്യത്തെ ടൂറിസം വളരില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നൈറ്റ് ലൈഫ് വേണം, അതൊരു അവിഭാജ്യ ഘടകം തന്നെയാണ് ടൂറിസത്തിൻ്റെ പല കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ പല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വേൾഡ് ടൂറിസം ഡേ ആയ ഇന്ന് എനിക്ക് കൊച്ചിൻ കോർപ്പറേഷനോട് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിൽ ആ തീരുമാനം പിൻവലിക്കുക. ദയവായിട്ട് അത് ചെയ്യാണ്ടിരിക്കുക. അവിടെ കൂടുതൽ ആൾക്കാർക്ക് വരാനുള്ള സൗകര്യങ്ങൾ ചെയ്യുക. കൊച്ചി നല്ലൊരു ഡെസ്റ്റിനേഷൻ അല്ലേ? കൊച്ചി നമുക്ക് അടിപൊളിയാക്കണ്ടേ അല്ലേ? ഞങ്ങളിപ്പോൾ ഉള്ളത് ഇവിടെ കൊച്ചി തന്നെയാണ്. ഞങ്ങളിപ്പോൾ നമ്മുടെ ഒരു ഹോം സ്റ്റേ ആണിത്. ഹോം സ്റ്റേ ഇവിടെ കായലിൻ്റെ സമീപത്തുള്ളൊരു ഹോം സ്റ്റേ. പക്ഷേ കായലിൽ മൊത്തം പോളയാണെന്നേ ഉള്ളൂ അല്ലേ? ആ പോളയായത് കാരണം നമുക്ക് ആ ഒരു ഭംഗി കിട്ടുന്നില്ല. നല്ലൊരു ഹോം സ്റ്റേ. ഞങ്ങളിപ്പോൾ ഇന്നലെ ഇവിടെയാണ് താമസിച്ചത്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ വളരെ എന്താ പറയുക സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമാണ്. അത് ഇന്ന് പറയണോ നാളെ പറയണോ? ഇന്ന് പറയണോ? പറയല്ലേ? പറഞ്ഞോ. നമ്മുടെ ഫ്ലാറ്റിൻ്റെ പണി കഴിഞ്ഞു. നമുക്ക് ഇന്ന് ചാവി കിട്ടും. ചാവി വാങ്ങാനായിട്ട് പോകണം. അതിനാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ
ഫ്ലാറ്റിൻ്റെ ചാവി വാങ്ങുന്നതിൻ്റെ വീഡിയോ ഞാൻ നാളെ ഇടാം. വളരെ വളരെ ഹാപ്പിയാണ്, ഇന്ന് വളരെ ഹാപ്പി ആയിട്ടൊരു ദിവസമാണ്. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ, നമ്മൾ ഫോൺ വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ അല്ലമീൻ കോളേജിൽ പോയി നമ്മളൊന്ന് താമസിക്കുന്നു, എ ഡേ ഇൻ മൈ ലൈഫ്. സോ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഐഫോൺ വാങ്ങിക്കുന്നവർ ഒന്ന് ഓർത്തോട്ടോ, നമ്മുടെ ഹാർഡ് ഏൺഡ് മണിയാണ് എന്തൊക്കെ പറഞ്ഞാലും, അതുകൊണ്ട് തന്നെ അപ്പോൾ അത് സൂക്ഷിക്കുക. എന്താണ് ഋഷി? മങ്കിയമ്പലം ഇന്നലെ പോയ ഓർമ്മയാണ്. നമ്മൾ മങ്കിയമ്പലം പോയി, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മങ്കിയമ്പലം ഞങ്ങൾ പോയത് പമ്പയില് മങ്കിയമ്പലം, അവനാ മങ്കിയമ്പലം ആക്കിയത്. കൊതുകുണ്ടോ? ആ കൊച്ചിയിൽ പിന്നെ കൊതുകില്ലാണ്ടിരിക്കോ? ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. കൊതുക് കടിക്കാൻ ഇരിക്കുന്നേ ഉള്ളു ഇനി. ആ എല്ലാവരോടും ബൈ പറഞ്ഞേ. ബൈ, ചുമ്മാ ബൈ പറയാനോ? See you tomorrow പറ. See you tomorrow പറ. ഋഷി പാട്ടൊക്കെ പാടും കേട്ടോ. ഇപ്പൊ വീൽസ് ഓൺ ദ ബസ് ഒക്കെ പാടും. പാടിക്കടാ, പാട് പാട്. വീൽസ് ഓൺ ദ ബസ് ഗോസ് റൗണ്ട് റൗണ്ട് റൗണ്ട്. പാട്. നാണം വന്നു ഞങ്ങൾക്ക്. 1 2 3 4 5 പറയാമോ? ആ പോട്ടെ. എടാ ആ മാവേൽ എത്ര മാങ്ങയുണ്ട്? എണ്ണിക്ക്. എത്ര മാങ്ങയുണ്ട്? എത്ര മാങ്ങയുണ്ട് മാവേല്? അവിടെ എത്ര കാക്കയുണ്ടെന്ന് നോക്കി. എത്ര കാക്കയുണ്ട് അവിടെ? പാട്ട് പാടുക. തേങ്ങയുണ്ട്. എത്ര തേങ്ങ ഉണ്ടെന്ന് നോക്കി. ആ തെങ്ങയില് എത്ര തേങ്ങയുണ്ട്? 2 ആണോ? എത്ര തേങ്ങ എണ്ണുവാ? 2 3 4 5 6 7 8 2 3 4 ABCD പറയാമോ? ABCD ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ക്യാൻഡിൽ എടുക്കണം, എന്നാലേ പറ്റുള്ളൂ. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊന്നും നടപടി ആക്കൂല. ഓക്കെ ഗൈസ്, സീ യു ടുമോറോ. നമ്മൾ നാളെ കാണാം. ബൈ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സലീഷ് ചേട്ടൻ അടുത്ത് പോവല്ലോ. നിങ്ങൾ സലീഷ് മാമനെ കാണാൻ പോണ്ടേ? സ്വിമ്മിംഗ് പൂളിൽ ചാടണം. സലീഷ് മാമൻ്റെ അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. 7 എണ്ണം ഉണ്ട്. 7 എണ്ണത്തിൽ മാറ്റി മാറ്റി ചാടിക്കാം. ഓക്കെ ഗൈസ്, സീ യു ടുമോറോ. ബൈ. എന്ത് പറയുന്നത്? ദോശ വരുമെന്ന് ഇപ്പൊ. ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. ദോശ വരും. ദോശ ഇഡ്ഡലിയാ പറഞ്ഞേ. ഇഡ്ഡലി. ബൈ. ഐ